ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എങ്ങനെ ഇന്നലെ എല്ലാവർക്കും മഴ, നമുക്ക് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. അപ്പൊ നിങ്ങൾക്കെല്ലാം എങ്ങനെ മഴ കിട്ടിയോ? വേനൽ മഴ ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് ഇന്നലെ രാത്രി ഇവിടെ പെയ്തു, നല്ല മഴയായിരുന്നു. പിന്നെ ഇതാ സപ്പോർട്ടെല്ലാം ഞാൻ ഒന്ന് പുറത്ത് രാവിലെ തന്നെ വിചാരിച്ചു ഒന്ന് പുറത്തെല്ലാം ഇറങ്ങാം, എന്താ അവസ്ഥ അങ്ങനെ നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാമ്പിൽ നട്ടതൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മഴയല്ലേ, മഴ പെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഇതാ പിന്നെ സപ്പോർട്ട ഞാൻ കവറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ മൊത്തമായിട്ട് മുറ്റത്ത് കടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം ഞാൻ ഇത് മൊത്തമായിട്ട് ഇങ്ങനെ സപ്പോർട്ട കായ്ച്ചൊരു പകുതി ആയിട്ടാണ്, പകുതി വലുപ്പമായിട്ടാണ് ഞാൻ ഇതുപോലെ കവർ ഇട്ട് കൊടുക്കലാണ്. പിന്നെ ഇതാ പിന്നെ ഹൈബ്രിഡ് പേര തെയ്യാണ് കേട്ടോ, ഞാൻ ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്. അങ്ങനെ പിന്നെ ഇത് നാരകമാണ് കേട്ടോ, ചെറുനാരങ്ങ. പിന്നെ പൈനാപ്പിളിന്റെ ഇത് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് പറമ്പിൽ നടണം. പിന്നെ ഇത് കിലോ പേരയാണ് കേട്ടോ, ഞാൻ വേറെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറമ്പിൽ നട്ടിട്ടുണ്ട്, അത് കാണിച്ചു കേട്ടോ. ചട്ടിയിലാക്കി കൊടുത്തതാണ്. പിന്നെ ഇത് നമ്മളെ മത്തങ്ങേന്റെ കുരു നട്ടതാണ് കേട്ടോ. അവിടെ നമ്മളിവിടെ ഒച്ചിന്റെ ശല്യം ഉണ്ട്, ഇനിയിപ്പോ ഇതിൽ നിൽക്കുമോന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതെല്ലാം ഞാൻ മേലെയാണ്, ടെറസിന്റെ മേലെയാണ് നടല്. ഇതാവുമെങ്കിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നട്ടു കൊടുക്കുകയാണ്. പിന്നെ ഇതാ മുരിങ്ങേന്റെ എല്ലാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കോഴിയുണ്ടേ, കോഴിനെയും കൂടി കാണിച്ചു തരാം. നാടൻ കോഴിയാണ് കൂടുതലുള്ളത്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് 5 കോഴിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 50 രൂപ അടച്ചിട്ട് അങ്ങനെ കിട്ടുന്ന കോഴിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് 4 ചത്തുപോയി. അന്നേരം കല്യാണത്തിന്റെ ടൈമിൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ടായിട്ട് 4 ചത്തുപോയി. ഇങ്ങനെയുള്ള ഗിരിരാജ കോഴിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കോഴിയെല്ലാം ആകുമ്പോൾ വേഗം ചത്തുപോകും. നാടൻ കോഴി പോലെയല്ല, നാടൻ കോഴി ഇതുപോലെ അടയിരിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ 4 കോഴി ഇതുപോലെ അടയിരിക്കുന്നുണ്ട്. 3 ഞാൻ അട വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് പൊരുന്നായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറിയ ഒരു 3 മാസത്തെ അരക്കോഴിയുണ്ട്. ഇത് സെയിൽ ചെയ്യേണ്ടതാണ് കേട്ടോ. അതായത് ഈ മൂലക്ക് ഒരു കോഴിയുണ്ട്, പിന്നെ അതിന് അട വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ നോക്കണം. ആ മൂലക്കണ്ട ഒരു കോഴി ഇങ്ങനെ പൊരുന്ന് ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കൊട്ടയില് ചിപ്പിളിപ്പൊടിയും പിന്നെ കരി പിന്നെ എന്തെങ്കിലും ഇരുമ്പിന്റെ പീസും കൂടി വെച്ചെടുത്തിട്ട് അടയിരിക്കണം. ഇതാണ് നമ്മളെ തലവന് കേട്ടോ. ഇതൊരു കോവനേ ഉള്ളൂ, ബാക്കിയെല്ലാം പെടയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഗിരിരാജിയാണോ എന്ന് പറഞ്ഞൂടാ. ഒരു കോഴി 5 കിട്ടിയിട്ടുണ്ടായിരുന്നു, 4 ചത്തുപോയി. ഇതിനാകുമ്പോൾ ഒരുപാട് തീറ്റ വേണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് നമ്മളെ തായ്ലൻഡ് ചാമ്പയാണ് കേട്ടോ. ചാമ്പ ഇത് നല്ലോണം പൂത്തിട്ടുണ്ട്, നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സീസൺ കഴിഞ്ഞാൽ ഞാൻ മൊത്തമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ പിറ്റത്തെ വർഷം നല്ലോണം കായ്ക്കും കേട്ടോ, ഒരുപാട് കായ്ക്കും. ഇനിയിപ്പോൾ ഈ സീസൺ കഴിഞ്ഞാൽ മൊത്തമായിട്ട് കൊമ്പെല്ലാം കഴിച്ചു കൊടുക്കും. അങ്ങനെയാണ്, നിറച്ച് പൂത്തിട്ടുണ്ട്. നല്ല ചാമ്പയാണ് കേട്ടോ ഇത്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആപ്പിൾ ചാമ്പ ഇത്. പിന്നെ ഇതാ നമുക്കൊരു കഞ്ഞിച്ചക്ക കിട്ടിയിട്ടുണ്ട്, ആദ്യമായിട്ട് കായ്ക്കുന്ന കേട്ടോ ഈ വർഷം. ഇത് പഴഞ്ചക്കയാണോ വരിക്കച്ചക്കയാണെന്ന് പറഞ്ഞത്. ഇതില് 5-8 പൂത്തിട്ടുണ്ടായിരുന്നു, 3-4 കരിഞ്ഞു പോയി. ഒരു 4 ഇതിൽ ഇപ്പൊ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് വരിക്കച്ചക്കയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം, പഴഞ്ചക്കനെക്കാട്ടും വരിക്കച്ചക്കയാണ് ഇഷ്ടം. അപ്പൊ ഇത് വരിക്കച്ചക്ക ആവട്ടേന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതാ നമുക്ക് ഇത് തന്നാലെ ഇതുണ്ടായ ഒരു പേരയാണ് കേട്ടോ. ഇത് ചാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ നട്ടു കൊടുക്കാത്തതായതുകൊണ്ട് അത് ചാഞ്ഞു പോയിട്ടുണ്ട്. തന്നാലെ മുളച്ചു വന്ന് സാധാ പേരയാണ് കേട്ടോ. ഇതിനകത്ത് വലിച്ച് കെട്ടിക്കൊടുക്കണം. പിന്നെ ഇതാ നമ്മളെ കശുവണ്ടി, നമ്മളെ ഇത് ഞാൻ ബഡ് ചെയ്തത് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെയുണ്ട്. പിന്നെ ഇതാ വേറെ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് അധികം കിട്ടലില്ല. ഇത് പിന്നെ നല്ല പുളിയും മധുരവും കൂടിയാണ് കേട്ടോ. നിറച്ച് പൂക്കും കായ്ക്കുകയും ചെയ്യും. പക്ഷേങ്കിൽ നമുക്കിത് പറിക്കാൻ കിട്ടില്ല. ഒന്നെങ്കിൽ അത് പകുതി കടിച്ചിട്ട് അണ്ണാനോ എന്തോന്ന് നമ്മൂടെ കടിച്ചിട്ട് ഇട്ടിട്ടുണ്ടാവും, എടുക്കാൻ പേടിയാവലാണ്. പിന്നെ ഇതാ ഒരു വിധത്തിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ കവർ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്കത് പറിക്കാൻ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്, പുളിയും മധുരവും കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ മാവ്, ഇത് ബഡ് ചെയ്തിട്ടുള്ളത് വാങ്ങിയതാണ് കേട്ടോ. മാവുണ്ട് ഇവിടെ, എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് നട്ടുകൊണ്ട് ഇപ്പം ബുദ്ധിമുട്ടായിട്ടുള്ളത്. എല്ലാം ഒപ്പരം ആയ പോലെ ഉള്ളത് സപ്പോർട്ടയാണ്.
പിന്നെ നാരകം എല്ലാം ഉണ്ട് കേട്ടോ. അടുപ്പിച്ചെല്ലാം നട്ടു കൊടുക്കുക ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇപ്പോൾ കൊമ്പല് 4 ഭാഗത്താകുമ്പോൾ പിന്നെ ഇത് ആ കവുങ്ങുണ്ട്, കുളം കവുങ്ങാണ് കേട്ടോ. നന്നായിട്ടൊക്കെ കുളം കവുങ്ങ് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മള് കുറച്ച് മുന്നേ ഇത് കപ്പ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കൊമ്പ് അവിടെ നട്ടു കൊടുത്തതാണ്. അങ്ങനെ കുറച്ച് പിന്നെ കുറേ ചപ്പെല്ലാം അടിഞ്ഞു വീണിട്ടുണ്ട്. അതൊക്കെ അടിച്ചു കൂട്ടി കത്തിക്കാനുണ്ട്. ഇനിയിപ്പോ നല്ല വെയിലുദിച്ച് അതിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ അടിച്ചു കൂട്ടി കത്തിക്കാൻ പറ്റും. പ്രതീക്ഷിക്കാണ്ട് ഇന്നലെ ഒരു മഴ കിട്ടി. ഞാനിപ്പോ കാണിച്ചു തന്നു കേട്ടോ കിലോ പേര. അവിടെ ഒരു പേര തൈ കാണിച്ചില്ലേ ഇപ്പൊ. പിന്നെ ഇവിടെ കുറച്ച് വാഴയുണ്ട് സൈഡില്. പിന്നെ നമ്മുടെ മുറ്റത്തെ ചെടിയിലും കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. നല്ല ഫ്ലവറെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ റോസ് ഇതെല്ലാം ഉണ്ട്. റോസെല്ലാം പോയിരുന്നിട്ടുണ്ട് നല്ല. പിന്നെ ഇതിനും പോയിരുന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ് കുറച്ചധികം ഉണ്ട്. ഫ്ലവറൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, നമ്മള് ഫ്ലവറും പ്ലാന്റൊന്നും ഇഷ്ടപ്പെടാത്തതായിട്ടൊന്നും ആരും ഉണ്ടാവില്ല അല്ലെ. നമ്മളത് നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് എന്നും പൂക്കൾ വരുന്ന ചെടികളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളത് വളവും പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇതിനെല്ലാം നല്ലൊരു കുളിർമ. നമ്മൾ ഇന്ന് ഒഴിച്ചു കൊടുക്കലുണ്ട്, എന്നാൽ ആ മഴ കിട്ടുമ്പോൾ അവർക്കൊരു കുളിർമയല്ലേ. അതുപോലെ അങ്ങനെ ഈ ഗടങ്ങിന്റെ മേലെയും കുറച്ച് പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഈ ഗടങ്ങിന്റെ മേലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച ഉണ്ട്. ചെറിയ ചട്ടിയെല്ലാം പൂച്ച അങ്ങ് തട്ടിയിടും. അതൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതാ ഹൈബ്രിഡ് നമ്മുടെ ഇതാണ് കടലാസ് പൂവ് കേട്ടോ, ബൊഗെയിൻവില്ല. 3-4 കളർ ഉണ്ട് എൻ്റെ അടുത്ത്. വൈറ്റ്, റോസ്, ഓറഞ്ച് അങ്ങനെയുള്ള ഉണ്ട്. പിന്നെ ഇതാ ഈ ഗടങ്ങിന്റെ മേലെ കുറച്ച് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സൺസൈഡിന്റെ മേലെ നമ്മള് അടീനിയം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ക്ലോൺ ചെയ്യാനായി. അത് ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് എല്ലാം ഉണ്ട്. പിന്നെ പുറത്ത് കുറച്ച് ചെടികളുണ്ട്. പിന്നെ മുറ്റത്ത് 2 തെങ്ങുണ്ട്. കുറച്ച് പ്ലാന്റ് എല്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം പിന്നെ ഓരോന്നിലും ഫ്ലവർ ഉണ്ടായത് കേട്ടോ. ഇന്നത്തെ മഴക്ക് നല്ല ശക്തിയായ മഴയായിരുന്നു. അപ്പോൾ ഇന്നത്തെ മഴക്ക് ഇതൊക്കെ ഫ്ലവർ എല്ലാം പോയി. ഒരുവിധം ഫ്ലവർ വിരിയുന്നതാണ്. പിന്നെ ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. ഒരു പ്ലാന്റ്. പിന്നെ കുരുമുളകുണ്ട്. കുരുമുളക് ഞാൻ പറിക്കുന്നതും ഉണക്കിപ്പൊടിക്കുന്നതിലും ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇട്ടുതരാം കേട്ടോ. പിന്നെ ഇത് ഞാൻ നമ്മുടെ മൈസൂർ പാർക്ക് വാങ്ങിയതാണ് കേട്ടോ. 20 രൂപയുള്ള ഇതിന്റെ ഫ്ലവർ നല്ല ഫ്ലവറാണ്. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. നട്ടിട്ട് അത് സൈഡിൽ വെച്ചതാണ്. എനിക്ക് വേറൊരു ചട്ടിയിൽ വെച്ചെടുത്തിട്ട് അത് നമ്മൾ വരാന്തയിൽ വെച്ച് കൊടുക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.